എല്ലാ കൂട്ടുകാർക്കും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. സവോള വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണ് കേട്ടോ. ഇത് പച്ചയ്ക്ക് തന്നെ നമ്മൾ കഴിക്കുന്നത്. ജസ്റ്റ് ഒരു ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. എന്നാലും അത് പച്ചയ്ക്ക് തന്നെ ഉള്ളത്. കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷ് ഇത്. ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ഈസി ആയിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് തൊടുകറി എന്നൊക്കെ പറയാം. ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ്. ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. നൈസായിട്ട് അരിഞ്ഞു വെച്ച ഒരു 2 സവോള ഉണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് തേങ്ങ, ഇതൊരു 1 പിടി തേങ്ങയുണ്ട് ചിരണ്ടിയത്, ഒരു 2-3 തുള്ളി വിനാഗിരി. അത്ര ഒഴിച്ചാൽ മതി. 3-4 തുള്ളി മതി. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുളിയായി പോകും. പുളി ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞരടി ആ ഉള്ളിക്കകത്ത് ജ്യൂസ് പുറത്തെടുക്കണം. അത്രയും പ്രഷർ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം. ഇത്തിരി കൂടി ഉപ്പിട്ട് എടുക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകതയല്ല, നമ്മളിപ്പോൾ കൈ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളൊരാളാണെങ്കിൽ, അല്ല പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ വേറൊരാൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ കഴിക്കാൻ ഒത്തിരി മടിക്കും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പക്ഷേ ഇതാണ് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്വന്തം കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ജ്യൂസ് എത്ര പുറത്തെടുക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുക. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിലും കുറച്ചും കൂടി നല്ലോണം ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്കിപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നില്ല, അയ്യേന്ന് പറയും. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അയ്യൊന്നും പറയണ്ടല്ലോ. ഈ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ചിട്ട് നീളത്തിലരിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ജ്യൂസായിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസായിട്ട് കിട്ടുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, അങ്ങനെ ശരിയാവുന്നില്ല. അയ്യോ, എന്നെക്കൊണ്ട് മാക്സിമം ഇത്രേ പറ്റുന്നുള്ളൂ ജ്യൂസ് എടുക്കാൻ. ഉള്ളിയുടെ പപ്പും കൂടെ എല്ലാം വെളിയിൽ വന്നു. എന്നിട്ടും ജ്യൂസ് അത്രേ ഉള്ളൂ എന്ന് തോന്നി. ഇതിനകത്ത് ഇത്ര എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ. നല്ലോണം ഞാൻ പ്രസ് ചെയ്തത് ഇത്രേ ഉള്ളൂ. പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കണം നമുക്ക്. എന്നിട്ട് കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളിക്കൂട്ടി ഇതിനകത്ത് കിട്ടും. ഇത്രേ ഉള്ളൂ കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ ചോറിനുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉള്ളി സൈഡ് ഡിഷ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഉള്ളി വെച്ചിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. ഇതിനിപ്പോൾ പേരൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഉടനെ തന്നെ വേറെ ഒരു റെസിപ്പി ആയിട്ട് കാണാം.